സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം, പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ. എന്തുകൊണ്ടായിരിക്കാം പരിശുദ്ധ അമ്മയെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ കണ്ട ഈ ദർശനത്തിൽ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ എന്നത്? ഈ ചന്ദ്രൻ്റെ സൂചന എന്തിനാണിത് പാദങ്ങൾക്കടിയിൽ വന്നത്? അതിനെക്കുറിച്ചുള്ള വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ചരിത്രപരമായി സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ അച്ഛൻ പങ്കുവെക്കാനായിട്ട് പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടായിരിക്കില്ല. ഈ ഒരു കാര്യം വായിച്ച് ധ്യാനിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ സന്തോഷം വളരെ വലുതാണ്. കാരണം അത്രയേറെ ദൈവിക രഹസ്യങ്ങൾ ഈ ഒരു വാക്യത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെന്നുള്ളത് ഒത്തിരിയേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. സ്നേഹമുള്ളവർ, ഈ ഒരു സമയം നമ്മളിവിടെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് 2 പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. ഒന്ന്, പാദത്തിനടിയിൽ എന്നതുകൊണ്ട് എന്തുദ്ദേശിക്കുന്നു? 2, ചന്ദ്രൻ എന്നതുകൊണ്ട് എന്തുദ്ദേശിക്കുന്നു? ആദ്യം നമുക്കെടുക്കാം പാദത്തിനടിയിൽ. സ്നേഹമുള്ളവർ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഗ്രീക്ക് പദം വിശുദ്ധ ഗ്രന്ഥത്തിലെ 3 പ്രധാനപ്പെട്ട വചനഭാഗമായിട്ട് ചേർന്ന് പോകുന്നതാണ്. ഒന്നാമത്തെ ഇതാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 110 അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം. അപ്പോൾ ഇവിടെ പറയാണ് ശത്രുക്കളെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം. 2 കാര്യം ഓർത്തിരിക്കണം. ഒന്ന്, ശത്രുക്കൾ. 2, പാദങ്ങൾക്ക് കീഴിൽ ശത്രുക്കളെ ആക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ശത്രുക്കളുടെ മുകളിൽ ആധിപത്യം വരുത്തുക, അല്ലെങ്കിൽ ഈ ശത്രുക്കളെ എന്നേക്കും തോൽപ്പിക്കുക. ഈശോ തൻ്റെ ഉദ്ധാനത്തിലൂടെ സ്വർഗത്തിലേക്ക് കയറി എന്നേക്കുമായിട്ട് ശത്രുക്കളെ, പിശാചിനെ, അവൻ്റെ പ്രവർത്തനങ്ങളെ തോൽപ്പിക്കുന്നതിൻ്റെ സൂചനയാണ് ഈ ഒരു വാക്യം എന്ന് പറയുന്നത്. 2-ാമത്തെ വാക്ക് നമ്മൾ കാണുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 16-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിലാണ്. സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കി, എന്ന് വെച്ചാൽ പാദങ്ങൾക്ക് അടിയിലാക്കി തകർത്ത് കളയും. അപ്പോൾ ഇവിടെ നമ്മൾ ഇതേ കാര്യം തന്നെ കാണുന്നു. പാദങ്ങൾക്കടിയിൽ പിശാചിനെ തകർത്ത് കളയുന്നു. അപ്പോൾ ഈ 2 വചനഭാഗത്തും ശരിക്കും പാദങ്ങൾക്കടിയിൽ എന്നതുകൊണ്ട്, പ്രത്യേകിച്ച് ഗ്രീക്കിൽ ഇത് നോക്കുമ്പം ടു ഹാവ് ഡൊമീനിയൻ, ടു കംപ്ലീറ്റ്ലി കോൺകോർ, അതായത് എന്നേക്കുമായിട്ടുള്ള ഒരു അധികാരം ഉണ്ടാകുക, ഡോമിനൻസ് ഉണ്ടാവുക എന്നൊക്കെയാണ് ശരിക്കും ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഹിഞ്ചിലേക്ക് പോകാം. എവിടെയാണ് ശരിക്കും ഇത് കണക്റ്റ് ആയിരിക്കുന്നത്? അത് നമ്മൾ കാണണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് പോകണം. അതായത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നീയും സ്ത്രീയും നിന്റെ സന്തതി അവളുടെ സന്തതിയും തമ്മിലും ശത്രുത ഉളവാക്കും എന്ന് പറഞ്ഞതിന് ശേഷം അവൻ നിന്റെ തല തകർക്കും എന്ന് പറയാണ്. തല തകർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ സന്തതിക്ക്, ഈ സ്ത്രീക്ക് സന്തതിക്കും ഇവൻ്റെ മുകളിൽ എന്തുണ്ടായിരിക്കും? ആധിപത്യം ഉണ്ടായിരിക്കും. പിശാചിൻ്റെ മുകളിൽ, സർപ്പത്തിൻ്റെ മുകളിൽ ആധിപത്യം ഉണ്ടായിരിക്കും. ഇനി ആധിപത്യം എന്നുള്ള വാക്കിനെ കുറിച്ച് നമുക്ക് എവിടെ നിന്നാണ് ഈ ആധിപത്യം എന്നുള്ള വാക്ക്? നമ്മൾ വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പം ഈ ആധിപത്യം എന്നുള്ള വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം മനുഷ്യനോട് പറയാണ്, നിനക്ക് ഭൂമിയിലുള്ള എല്ലാത്തിൻ്റെ മുകളിൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ശരിക്കും ആർക്കാണ് ദൈവം ഈ ആധിപത്യം കൊടുക്കുന്നത്? ഭൂമിയിലുള്ള എല്ലാത്തിൻ്റെ മുകളിൽ ദൈവം ആധിപത്യം കൊടുക്കുന്നത് മനുഷ്യകുലത്തിനാണ്. മനുഷ്യന് കൊടുക്കുന്ന ഈ ആധിപത്യം പക്ഷെ അവന് നിലനിർത്താനായിട്ട് പറ്റുന്നില്ല. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ മനുഷ്യൻ പാപം ചെയ്തു, പിശാചിൻ്റെ വാക്ക് കേട്ട് പാപം ചെയ്തുകൊണ്ട് മനുഷ്യന് കിട്ടിയിരിക്കുന്ന ഈ ആധിപത്യം, മനുഷ്യൻ്റെ അടക്കമുള്ള ഈ ആധിപത്യം മനുഷ്യൻ ആർക്ക് കൊടുത്തു? അത് മനുഷ്യൻ പിശാചിന് കൊടുത്തു. ഇനി മനുഷ്യൻ്റെ മേലെ ആധിപത്യം മനുഷ്യനില്ല, ഈ സൃഷ്ടിയുടെ മേലെ ആധിപത്യം മനുഷ്യനില്ല, മറിച്ച് ഈ ഭൂമിയിൽ പിശാചിൻ്റെ പ്രവർത്തനം കളിയാടുകയാണ്. കാരണം പാപത്തിലൂടെ പിശാചിന് ഈ ഭൂമിയുടെ മേൽ, മനുഷ്യ മക്കളുടെ മേൽ, ആദത്തിൻ്റെ സന്തതിയുടെ മേൽ ഒരു ആധിപത്യം കിട്ടി. ഇതുകൊണ്ടാണ് ഈശോയുടെ പ്രലോഭനത്തിൻ്റെ സമയത്ത് പിശാച് ഈശോയോട് പറയുന്നുണ്ട്, നീ എന്നെ കുമ്പിട്ട് ആരാധിക്കുകയാണെങ്കിൽ ഇതെല്ലാം നിനക്ക് ഞാൻ നൽകാം, കാരണം ഇവയെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇതൊന്നും പിശാചിന് നൽകപ്പെട്ടിട്ടുള്ളതല്ല. പക്ഷേ ആ സമയത്ത് ഈശോയുടെ പിശാച് പറയാണ്, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ഇതെല്ലാം എൻ്റെയാണെന്ന്. പക്ഷേ ഈശോ ഉദ്ധാനം ചെയ്തതിന് ശേഷം ഈശോ ശിഷ്യന്മാരെ കാണുമ്പോൾ ഈശോ പറയുന്നുണ്ട്, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മേലുള്ള സകല ആധിപത്യവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈശോയുടെ കുരിശുമരണ ഉദ്ധാനത്തിലൂടെ ഈശോയ്ക്ക് കിട്ടുന്നതാണെന്ത്? ഈ ആധിപത്യം എന്ന് പറയുന്നത്. ഇനി പരിശുദ്ധ അമ്മയിലേക്ക് കടന്നു വരാം. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ ഈശോയായിട്ട് പൂർണ്ണമായിട്ട് ഐക്യപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. ഈശോ നേടിയെടുത്ത എല്ലാത്തിൻ്റെ ആദ്യ പങ്ക് ശരിക്കും കിട്ടുന്ന പരിശുദ്ധ അമ്മയ്ക്കാണ്. ഈശോ സ്വർഗത്തിലേക്ക് പോയി ഉടനെ തന്നെ കുറച്ച് കാലഘട്ടം കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ എന്ത് ചെയ്യാണ്? സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് യോഹന്നാനിലേക്ക് കണ്ടതിൻ്റെ വെളിച്ചത്തിലാണ് ശരിക്കും ഈ ഒരു ദർശനം എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം കാണുന്ന ഇപ്രകാരമാണ്, പരിശുദ്ധ അമ്മയുടെ പാദങ്ങൾക്ക് അടിയിൽ ചന്ദ്രൻ. അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയോടൊപ്പം എന്തിൻ്റെയോ മേലെ ആധിപത്യം കിട്ടുകയാണ്. എന്തിൻ്റെ മുകളിലാണ് ശരിക്കും ആധിപത്യം കിട്ടുന്നത്? നമ്മൾ നേരത്തെ ഈശോ ഇതെല്ലാം നമ്മൾ കണ്ടു. പക്ഷേ ഈ ആധിപത്യം ഈശോയുടെ മനസ്സിലാവണമെങ്കിൽ എന്താണ് ഈ ചന്ദ്രൻ സൂചിപ്പിക്കുന്നത് എന്നുള്ളതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഈ ഒരു ഭാഗം എഴുതുന്ന സമയത്ത് അന്നത്തെ കൾച്ചറിൽ, അല്ലെ അന്നത്തെ ചിന്താരീതിയിൽ, റിലീജിയസ് മൈൻഡിൽ ചന്ദ്രൻ എന്ന് പറയുന്നത് മ്യൂട്ടാലിറ്റിയെ സൂചിപ്പിക്കുന്നതായിരുന്നു. അതായത് അന്നത്തെ ലോകത്തെ അവർ 2ആയിട്ട് തിരിച്ചിരുന്നു. ഒന്ന്, ചന്ദ്രന് മുകളിലുള്ള ലോകവും, 2 ചന്ദ്രന് താഴെയുള്ള ലോകം. ചന്ദ്രന് മുകളിലുള്ള ലോകമാണ് സ്ഥിരമായിട്ട് നിൽക്കുന്ന ലോകം, അതായത് മാറ്റമില്ലാത്ത ലോകം. ഈ ലോകത്തിൽ നിന്നാണ് എല്ലാ നന്മയും അനുഗ്രഹമുള്ളത്, ദൈവമുള്ളത് ഈ ലോകത്താണ്. ഇനി ചന്ദ്രന് താഴെയുള്ള ലോകം, അത് മാറുന്ന ലോകമാണ്. അത് പിശാചിൻ്റെ കീഴിൽ പെട്ടുപോയൊരു ലോകമാണ്. അതെപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ചന്ദ്രനെ ശ്രദ്ധിച്ചത്. ചന്ദ്രൻ എപ്പോഴും ഒരു
ഒരു സ്റ്റാറ്റിക് ആയിട്ട് എപ്പോഴും ചിലപ്പോൾ പൂർണ്ണചന്ദ്രനായിരിക്കും, ചിലപ്പോൾ പകുതി ഉണ്ടാവുള്ളൂ, ചിലപ്പം നമ്മുടെ തേങ്ങാപ്പൂളിൻ്റെ ഷേപ്പ് പോലെ ആയിരിക്കും ചന്ദ്രൻ ഇരിക്കുന്നത്. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം ഒരു ഫ്ലക്ച്വേറ്റിംഗ് വേൾഡ്, എപ്പോഴും മാറുന്ന മോർട്ടാലിറ്റിയെ, മരണത്തെ സൂചിപ്പിക്കാനുണ്ട്. അത് മാത്രമല്ല ചന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, ഈ സൂര്യൻ്റെ പ്രകാശത്തെ എക്ലിപ്സ് തടയുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം വരുന്നതുകൊണ്ട് തന്നെ ഈ ചന്ദ്രനെ ശരിക്കും മാറുന്ന ലോകത്തിൻ്റെ മരണത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ടാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഇവർ ഈ ആദിമ സഭയാണെങ്കിലും അതെ അന്നത്തെ ഒരു വേൾഡ് വ്യൂ അങ്ങനെയായിരുന്നു. ഈ മാറ്റവും ഈ മരണവും ഇതെല്ലാം ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിശാചിൻ്റെ പ്രവർത്തനം വഴിയാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ശരിക്കും അമ്മ ആധിപത്യം സ്ഥാപിക്കുകയാണ്. ആരുടെ മേലാണ് അമ്മ ആധിപത്യം സ്ഥാപിക്കുന്നത്? അമ്മ ആധിപത്യം സ്ഥാപിക്കുന്നത് മനുഷ്യകുലത്തെ ആധിപത്യത്തിൽ അഴുത്തിരിക്കുന്ന പിശാചിൻ്റെ മുകളിലാണ്. അപ്പോൾ പിശാചിൻ്റെ മുകളിൽ ഒരു രാജ്ഞിയായ അമ്മയ്ക്ക് അധികാരമുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ശരിക്കും യോഹന്നാൻ ശ്ലീഹായ്ക്ക് ഈ ഒരു ദർശനം ദൈവം കൊടുക്കുന്നത്. ഇത് മാത്രമല്ല, അമ്മയ്ക്ക് എങ്ങനെയാണ് ഈ ഒരു അധികാരം കിട്ടിയത്? ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിലൂടെ പിശാചിന് ഈ ലോകത്തിന് മേൽ അധികാരം കിട്ടുന്നത് എന്താണ്? ഹവ്വായുടെ അനുസരണക്കേടിലൂടെയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് അധികാരം കിട്ടുന്നത് എങ്ങനെയാണ്? പിശാചിൻ്റെ മേൽ അധികാരം കിട്ടുന്നത് എങ്ങനെയാണ്? അമ്മയുടെ അനുസരണത്തിലൂടെയാണ്. അത് ഈശോയ്ക്കാണെങ്കിലും അതെ, പരിശുദ്ധ അമ്മയ്ക്കാണെങ്കിലും അതെ. ഈശോയും പരിശുദ്ധ അമ്മയും പൂർണ്ണമായിട്ടും ഐക്യപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈശോ നേടിയെടുത്ത ഈ അധികാരത്തിൽ അമ്മയ്ക്കും കൂടെ അവിടുന്ന് പൂർണ്ണമായിട്ടുള്ളൊരു പങ്ക് കൊടുക്കുകയാണ്. അപ്പം അത് വിശ്വാസികൾക്കും കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് റോമ 16:20 കാണുന്ന സമാധാനത്തിൻ്റെ ദൈവം പിശാചിനെ കാൽക്കീഴിലാക്കി തകർത്ത് കളയട്ടെ എന്ന് പറയുമ്പം ഈശോയ്ക്ക് കിട്ടിയ അതേ അധികാരം തന്നെ, കാൽക്കീഴിലാക്കാനുള്ള അതേ അധികാരം തന്നെ വിശ്വാസികൾക്ക് കൊടുക്കുന്നുണ്ട്. അതതിൻ്റെ പൂർണ്ണതയിൽ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് പിശാചിൻ്റെ മുകളിൽ, മരണത്തിൻ്റെ മുകളിൽ ഒക്കെയുള്ള അധികാരം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ ഒരു അധികാരം ഉണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വിശുദ്ധനായ യോഹന്നാൻ അപ്പസ്തോലന് ശരിക്കും ദൈവം ഇങ്ങനെയൊരു ദർശനം കൊടുക്കുന്നത്. അമ്മ ഇനി സ്വർഗത്തിൻ്റെ ഭൂമിയുടെ രാജ്ഞിയാണ്. അതായത് പിശാച് കീഴടക്കിയ ഈ ഭൂമിയുടെ മേലും മരണത്തിൻ്റെ മേലും കറപ്ഷൻ്റെ മേലെല്ലാം അമ്മയ്ക്ക് ഇനി അധികാരം കിട്ടിയിരിക്കുന്നത്. അമ്മ ഇതിനെല്ലാം മുകളിലാണെന്ന് സൂചിപ്പിക്കാനാണ്. ഇതിൻ്റെ ബിബ്ലിക്കൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് അച്ഛൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നത്. പക്ഷേ ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ചരിത്രത്തിൽ സംഭവിച്ച വലിയൊരു അത്ഭുതം. അതാണ് ശരിക്കും നമ്മുടെ കണ്ണുറപ്പിക്കേണ്ടത്. ഇതിപ്പം വ്യാഖ്യാനത്തിൽ പെട്ടതാണല്ലോ, പക്ഷെ ഇത് മാത്രമല്ല, ചരിത്രത്തിൽ സംഭവിച്ച വലിയൊരു അത്ഭുതം ഇതുണ്ട്. ഇത് ശരിക്കും കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ ദൈവമേ അങ്ങ് എത്രയോ എത്രയോ മനോഹരമായിട്ട് അങ്ങ് ചരിത്രത്തിൽ ചെയ്തെന്നൊക്കെ നമ്മൾ വിചാരിക്കും. സ്നേഹമുള്ളവരെ, ഇനി അച്ഛൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം എന്ന് വെച്ചാൽ അത് അന്നത്തെ കാലത്ത് സംഭവിച്ചത് ഇന്ന് റെലവൻ്റ് ആണ് നമുക്ക്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. 1571 ആ കാലഘട്ടത്തിൽ ഓട്ടോമൻ തുർക്കി ഈ യൂറോപ്പിലേക്ക് കടക്കുകയാണ്. അദ്ദേഹം ഈസ്റ്റേൺ വേൾഡ് കീഴടക്കി, തുർക്കി, കോൺസ്റ്റാന്റിനോപ്പിൾ, എഫേസോസ് ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും കീഴടക്കി അവിടെയെല്ലാം ശക്തമായ ഇസ്ലാമികവൽക്കരണം നടത്തി. അവിടെയുള്ള ക്രിസ്ത്യാനിറ്റി അദ്ദേഹം തൂത്തെറിഞ്ഞു. ആ ചരിത്രമൊക്കെ നമുക്കറിയാം. അദ്ദേഹം ഇനി യൂറോപ്പിലേക്ക് കടക്കുകയാണ്. യൂറോപ്പിൽ കടന്ന് യൂറോപ്പ് മുഴുവനും ഇസ്ലാമികവൽക്കരിക്കാനായിട്ട് പോവുകയാണ്. ഇങ്ങനെ വരുമ്പം ഈ ക്രിസ്ത്യൻ സൈന്യം ഇതിനെ എതിരിടുകയാണ്. ഇവർക്കൊരു പ്രശ്നമുണ്ട്, ഔട്ട് നമ്പേർഡ് ആണ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ക്രിസ്ത്യാനികളുടെ കൂടെയുള്ളൂ. എങ്ങനെയാണ് ഈ സൈന്യത്തെ തോൽപ്പിക്കുക എന്ന് ഇവർക്ക് അറിയത്തില്ല. ഇങ്ങനെയുള്ളപ്പം പരിശുദ്ധനായ മാർപ്പാപ്പ പിയൂസ് 5 മാർപ്പാപ്പ അദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ട്. അദ്ദേഹം യൂറോപ്പിനോട് മുഴുവൻ പറഞ്ഞു, നിങ്ങൾ ജപമാല കരങ്ങളിലെടുക്കുവിൻ, ജപമാല കരങ്ങളിലെടുത്ത് പരിശുദ്ധ അമ്മയുടെ സഹായം തേടി പ്രാർത്ഥിക്കുവിൻ എന്ന് പറയാണ്. അങ്ങനെ 1571 ഒക്ടോബർ 7 വളരെ കുറച്ച് സൈന്യം മാത്രം ഉണ്ടായിരുന്ന ഈ ക്രിസ്ത്യാനികളുടെ സൈന്യം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് യുദ്ധം അത്ഭുതകരമായിട്ട് വിജയിക്കുകയാണ്. അങ്ങനെ വിജയിച്ചതിൻ്റെ ഫലമായിട്ട് നന്ദി പ്രകാശനമായിട്ടാണ് ഒക്ടോബർ 7 ജപമാല രാജ്ഞിയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്. ഒക്ടോബർ മാസം ജപമാല മാസമായിട്ട് നമ്മൾ കൊണ്ടാടാനുള്ള കാരണവും ഇതാണ്. ഇതിൻ്റെ സർപ്രൈസിങ് ഫാക്റ്റ് എന്താണെന്നറിയോ? ഈ ഓട്ടോമൻ തുർക്കിയുടെ ഇവരുടെ സിമ്പിൾ എന്തായിരുന്നറിയോ? ഇവരുടെ സിമ്പിൾ ശരിക്കും ചന്ദ്രക്കലയായിരുന്നു. നമ്മുടെ തേങ്ങാപ്പൂള് പോലെ ഇരിക്കുന്ന ചന്ദ്രക്കല, ഈ ക്രസന്റ് നമ്മൾ പറയല്ലേ, ഈ ചന്ദ്രക്കലയായിരുന്നു ഇവരുടെ സിമ്പിൾ എന്ന് പറയുന്നത്. ശരിക്കും ഓട്ടോമൻ തുർക്കിയെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് കീഴടക്കുമ്പം അതിനുശേഷം പിന്നീട് വന്ന എല്ലാ പിക്ചറുകളിലും, പരിശുദ്ധ അമ്മയെ ഡെപ്പിക്റ്റ് ചെയ്യുന്ന എല്ലാ പിക്ചറുകളിലും ഇവർ ഈ പൂർണ്ണചന്ദ്രനെ വരയ്ക്കുന്നതിന് പകരമായിട്ട് ഒരു ക്രസന്റ്, അതായത് ചന്ദ്രക്കല വരച്ചു. ചന്ദ്രക്കല വരച്ചിട്ട് അതിൻ്റെ മുകളിൽ പരിശുദ്ധ അമ്മ നിൽക്കുന്നതായിട്ട് പിന്നീടുള്ള പിക്ചറുകളിലെല്ലാം വന്നു. ശരിക്കും ക്രൈസ്തവ ലോകത്തെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് പിശാചിന്റെ സ്വപ്നമായിരുന്നു. അതാണ് നമ്മൾ വെളിപാടിന്റെ പുസ്തകത്തിന്റെ 12-ാമത്തെ അധ്യായം നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നവരോടും അവളുടെ സന്തതികളോട് യുദ്ധം ചെയ്യാനായിട്ട് അവൻ പുറപ്പെട്ടിരിക്കുന്ന ആരാണ്? ഈ തിന്മയുടെ അരൂപിയാണ്. അത് ഇസ്ലാമിക വൽക്കരണത്തിലൂടെ ക്രൈസ്തവ ലോകത്തെ മുഴുവൻ തുടച്ചു നിൽക്കാനായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അത്ഭുതകരമായിട്ട് ഇടപെടുകയാണ്. അങ്ങനെ ഇടപെട്ട് അമ്മ ഈ ചന്ദ്രക്കലയുടെ മുകളിൽ എന്നേക്കുമായിട്ട് അമ്മ വിജയം വരിക്കുകയാണ്. അപ്പം ജനങ്ങൾക്ക് മുഴുവൻ അത് മനസ്സിലായതു ഇതായി. പക്ഷെ ഇതിന് ഇവിടെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. ഇതിന് വേറൊരു ബന്ധം കൂടെ ഉണ്ട്. 1571 ഒക്ടോബർ 7 കാര്യമാണ് അച്ഛനിപ്പോൾ പറഞ്ഞത്. പക്ഷെ 1531, അതായത് 40 വർഷങ്ങൾക്ക് മുമ്പ് അത്ഭുതകരമായ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. അത് യൂറോപ്പിലല്ല, അത് അമേരിക്കയിലാണ്. അമേരിക്കയിൽ മെക്സിക്കോയിൽ പരിശുദ്ധ അമ്മ ഗ്വാഡലൂപ്പയിൽ പ്രത്യക്ഷപ്പെടുന്നു.
ഗ്വാഡലൂപ്പയിൽ പ്രത്യക്ഷപ്പെടുന്ന ആ പരിശുദ്ധ അമ്മയിലാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ക്രസന്തിൻ്റെ, അതായത് ഈ ചന്ദ്രക്കലയുടെ മുകളിൽ കാലുവെച്ച് അല്ലെ ആ ചന്ദ്രക്കലയെ കീഴ്പ്പെടുത്തിക്കൊണ്ടുള്ള മാതാവിനെ നമ്മൾ കാണുന്നത് ഗ്വാഡലൂപ്പ മാതാവിൻ്റെയാണ്. നിങ്ങൾക്കറിയാലോ, ഈ രൂപം ഒരു മനുഷ്യൻ വരച്ച രൂപമല്ല. അത്ഭുതകരമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ വിഷണറിയുടെ ഉടുപ്പിൽ പതിഞ്ഞ രൂപമാണ് ഈ ഗ്വാഡലൂപ്പ മാതാവിൻ്റെ രൂപം എന്ന് പറയുന്നത്. അപ്പോൾ അത്ഭുതകരമായിട്ട് ഇങ്ങനെ പതിഞ്ഞ ഈ രൂപത്തിലാണ് ശരിക്കും ചന്ദ്രക്കലയുടെ മുകളിൽ അമ്മ വിജയം വരിക്കുന്നതായിട്ട് കാണുന്നത്. 1531 ഈ പടം അങ്ങനെ വെളിപ്പെട്ടു. ഇതിനുശേഷം 40 വർഷം കഴിഞ്ഞിട്ട് അവിടുത്തെ മെക്സിക്കോയിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആർച്ച് ബിഷപ്പ് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഈ ഗ്വാഡലൂപ്പ മാതാവിൻ്റെ ഈ ചിത്രം സ്പെയിനിൻ്റെ രാജാവായി ഫിലിപ്പ് രണ്ടാമൻ രാജാവിന് കൊടുത്തുവിട്ടു. ഈ രാജാവ് എന്ത് ചെയ്തു? അപ്പം അന്ന് യുദ്ധത്തിന് പോവുകയാണ്, ഈ ഓട്ടോമൻ തുർക്കിയായിട്ടുള്ള യുദ്ധത്തിന് പോവുകയാണ്. പോകുമ്പം അന്നത്തെ കമാൻഡർക്ക്, അന്ത്രേ എന്ന് പറയുന്ന ഈ കമാൻഡർക്ക് ഫിലിപ്പ് രണ്ടാമൻ രാജാവ് ഈ ചിത്രം കൊടുത്തിട്ട് പറയാണ്, ഇത് വെച്ച് പ്രാർത്ഥിച്ചോളാൻ പറയാണ്. അങ്ങനെ ഇവർ യുദ്ധം നടക്കുന്ന സമയത്ത് ആ മെയിൻ ഫ്ലാഗ്ഷിപ്പ് കപ്പൽ, അതായത് ഏറ്റവും മുമ്പിൽ പോകുന്ന ആ കപ്പലിൻ്റെ കപ്പലിലൊരു റൂമിൽ ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ ചിത്രം വെച്ചു, മാതാവിൻ്റെ ഈ ചിത്രം വെച്ചു. ഈ ഗ്വാഡലൂപ്പ മാതാവിൻ്റെ ചിത്രം വെച്ചിട്ട് അമ്മയെ രക്ഷിക്കണേന്ന് പ്രാർത്ഥിച്ചു. ശരിക്കും ഗ്വാഡലൂപ്പ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത് തന്നെ ഈ ക്രസന്റിൻ്റെ മേളിൽ അമ്മ വിജയം വരിച്ച് നിൽക്കുന്നതായിട്ടാണ്. അതിൻ്റെ കൂടെ എന്താണ്, ഒരു വ്യാളി ചുറ്റിപ്പിടിച്ചിട്ടുണ്ട്. അതിനൊരു കാരണം കൂടിയുണ്ട്. ആ കാരണം എന്ന് വെച്ചാൽ അന്നത്തെ അവരുടെ കൾച്ചറിൽ, മെക്സിക്കോയിലെ അവരുടെ കൾച്ചറിൽ അത് ശരിക്കും മൂൺ ഗോഡിനെ സൂചിപ്പിക്കുന്നതായിരുന്നു. മൂൺ ഗോഡ് മാത്രമല്ല, നാശത്തെയും മരണത്തെയൊക്കെ സൂചിപ്പിക്കുന്ന, സഫറിങ്ങിനെയൊക്കെ സൂചിപ്പിക്കുന്ന ദേവതയെ സൂചിപ്പിക്കുന്നതായിരുന്നു. അപ്പോൾ അമ്മ ഇതിൻ്റെ എല്ലാം മുകളിൽ വിജയം വരിക്കുകയാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, 40 വർഷം മുമ്പ് അത്ഭുതകരമായിട്ട് അമ്മ ഇത് ഒരു പ്രവചനം എന്നാണ് ശരിക്കും ഗ്വാഡലൂപ്പ മാതാവ് പ്രത്യക്ഷപ്പെടുന്നതും ഈ ക്രസന്റിന്റെ മേൽ അല്ലെങ്കിൽ ഈ ചന്ദ്രക്കലയുടെ മുകളിൽ വിജയം വരിച്ച് നിൽക്കുന്നതായിട്ട് കാണുകയും ചെയ്യുന്നത്. അതിനുശേഷം ഇവർ ജപമാലയിൽ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഇദ്ദേഹം ഈ ഗ്വാഡലൂപ്പ മാതാവിൻ്റെ പിക്ചറിന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. യുദ്ധത്തിന് പോയി. ഒക്ടോബർ 7-ാം തീയതി അത്ഭുതകരമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് വിജയിക്കുകയാണ്. അപ്പോൾ ഒന്ന് ബിബ്ലിക്കൽ ഇതാണ്. അതെന്താണ്? പിശാചിൻ്റെയും അവൻ്റെ ആധിപത്യത്തിൻ്റെയും മുകളിൽ പരിശുദ്ധ അമ്മയ്ക്ക് എന്നേക്കും കിട്ടിയ വിജയമാണ്. രണ്ടാമത്തെ ചരിത്രത്തിൽ സംഭവിച്ചാണ്. ഈ ഒരു കാര്യം ചരിത്രത്തിൽ എന്തായിട്ട് മാറുന്നു? ചരിത്രത്തിൽ അത് പൂർണ്ണമായിട്ട് നിറവേറുകയാണ്. പിശാചിൻ്റെ, പ്രത്യേകിച്ച് അമ്മയുടെ മക്കളെ, ദൈവത്തിൻ്റെ കൽപ്പന കാക്കുന്നവരുടെ മക്കളെ വകവരുത്താനായിട്ട് പിശാച് ഇസ്ലാമിക വൽക്കരണത്തിൻ്റെ രൂപത്തിൽ ഈ കാലഘട്ടത്തിലേക്ക് കടന്നു വന്നപ്പം അമ്മ അത്ഭുതകരമായിട്ട് ഇടപെടുകയും അമ്മ അതിൻ്റെ മുകളിൽ വിജയം വരിക്കുകയും ചെയ്യാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഒന്ന് ഓർത്ത് നോക്കി, ഒരു ചന്ദ്രൻ്റെ മുകളിൽ വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ കാണുമ്പം എത്രയോ വർഷങ്ങൾക്ക് ശേഷം അത് അത്ഭുതകരമായിട്ട് നിറവേറുകയാണ്. ഒന്ന്, അന്ന് നിറവേറരുത്. അമ്മയ്ക്ക് മരണത്തിൻ്റെ മേലെ അധികാരമുണ്ട്, മാറ്റത്തിൻ്റെ മുകളിൽ അധികാരമുണ്ട്. അമ്മ ഈശോയോടൊപ്പം എന്നേക്കും നിലനിൽക്കുന്നുള്ള ഒരു അടയാളം. 2, ഈ ഒരു കാലഘട്ടത്തിൽ ദൈവജനം നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇസ്ലാമികവൽക്കരണം നടന്ന് യൂറോപ്പൊക്കെ നശിപ്പിക്കപ്പെടാനായിട്ട് പോകുന്നൊരു സമയത്ത് അമ്മ അത്ഭുതകരമായിട്ട് ഇടപെടുകയാണ്. പക്ഷെ അന്നും ഇന്നും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇന്ന് ഇസ്ലാമികവൽക്കരണം അല്ലെങ്കിൽ ഈ ഒരു അരുവി വേറൊരു രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. യുദ്ധമായിട്ടല്ല വരുന്നത്, വേറൊരു രീതിയിലാണ്. യുദ്ധമുണ്ട്, പക്ഷേ അതോടൊപ്പം തന്നെ വേറൊരു രീതിയിലാണ് വരുന്നത്. അന്നത്തെ ജനങ്ങൾ ജപമാല എടുത്ത് പ്രാർത്ഥിച്ചു. യൂറോപ്പ് മുഴുവൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, അമ്മയെ രക്ഷിക്കണേ, ഇടപെടണേന്ന്. പക്ഷെ ഇന്നത്തെ ജനങ്ങൾക്ക് പ്രാർത്ഥനയല്ലേ, നമ്മുടെ ജീവിതങ്ങളിൽ പ്രാർത്ഥനയില്ല. അതുകൊണ്ടാണ് നമുക്ക് പരാജയങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധാത്മാവ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു വലിയ രഹസ്യം മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ജപമാല എടുത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് ജപമാല എടുത്ത് പ്രാർത്ഥിച്ച് ഈ ലോകത്തിൽ നിന്ന്, പിശാചിൻ്റെ പിടിയിൽ നിന്ന് പരിശുദ്ധ അമ്മേ, ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ മക്കളെ, സഭയൊക്കെ രക്ഷിക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും അമ്മ അവസാനം ഈ ശത്രുവിൻ്റെ മേൽ വിജയം വരിക്കും. അമ്മ നമുക്ക് വേണ്ടി നിലകൊള്ളും.